നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല പാസ്തയുടെ റെസിപ്പി നോക്കാം. അതിനാദ്യമായിട്ട് പാനിൽ പാസ്ത വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും പാസ്തയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാസ്ത തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണിത്. അപ്പോൾ പാസ്ത ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനെ ഒന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് പറയണം. അപ്പോൾ എന്നിട്ട് ഈ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഗരം മസാല ചേർക്കാം. അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയ ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് ഫ്ലേവറിന് കുറച്ച് മല്ലിയില കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മസാല പാസ്തയുടെ റെസിപ്പി ഇവിടെ